കൊച്ചു കുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് കടിച്ചു പറിച്ചു തിന്നുന്ന ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്ക് അയച്ച നയതന്ത്ര പ്രതിനിധിയെ വലിയ ചെമ്പിലിട്ട് പുഴുങ്ങി തിന്ന ഭരണാധികാരി. യുഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഈദി അമീൻ. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിവിലിയൻ ഗവൺമെന്റിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയാണ് 1971 ഈദി അമീൻ എന്ന സൈനിക മേധാവി യുഗാണ്ടയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. ഏകദേശം 3 ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന 8 വർഷം നീണ്ട നിഷ്ഠൂര ഭരണത്തിന്റെ തുടക്കമായിരുന്നു അത്. 6 അടി 4 ഇഞ്ച് ഉയരവും അതിനു വേണ്ടതിലേറെ വണ്ണവുമുള്ള ഭീമാകാര രൂപമായിരുന്നു ഈദി അമീൻ. വടക്ക് പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കോബോക്കോവിൽ ഒരു കാക്വ പിതാവിന്റെയും ലുഗ്ബറ മാതാവിന്റെയും പുത്രനായി 1925 ഈദി അമീൻ ദാദ പിറന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അമീൻ 1946 ബ്രിട്ടീഷ് കോളനി പട്ടാളത്തിന്റെ ഒരു റെജിമെന്റായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ചേരുകയും അതിവേഗം സ്ഥാനക്കയറ്റങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. 1959 ഒരു കറുത്ത ആഫ്രിക്കക്കാരന് നേടാവുന്ന പരമോന്നത പദവിയായ FID സ്ഥാനത്തെത്തിയ അദ്ദേഹം തുടർന്ന് 1966 സൈനിക ശക്തികളുടെ കമാൻഡറായി നിയമിക്കപ്പെട്ടു. 70 വർഷത്തിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിനു ശേഷം 1962 ഒക്ടോബർ 9 ഉഗാണ്ട സ്വതന്ത്രമാവുകയും മിൽട്ടൺ ഒബോട്ട രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉഗാണ്ടൻ സൈന്യത്തിന്റെ വലിപ്പവും അധികാരവും വർദ്ധിപ്പിക്കുന്നതിന് നിർണായക സംഭാവനകൾ നൽകിയ അമീനുമായി സന്ധിയിലാകാൻ ഒബോട്ട നിർബന്ധിതനാവുകയായിരുന്നു. ഏതാനും വർഷങ്ങൾക്കപ്പുറം തിരിച്ചറിയപ്പെടാത്ത 2 പരാജയപ്പെട്ട വധശ്രമങ്ങൾക്കും ശേഷം അമീനിൽ സംശയം തോന്നിയ ഒബോട്ട ഒരു കോമൺവെൽത്ത് സർക്കാർ തലവന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. 1971 ജനുവരി 25 ഒബോട്ടയുടെ അസാന്നിധ്യത്തിൽ അമീൻ തിരിച്ചടിക്കുകയും പട്ടാള അട്ടിമറിയിലൂടെ സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യം വിട്ട് പലായനം ചെയ്യാൻ കൊബോട്ടോ നിർബന്ധിതനായി. ലോകത്തിന് അയാളെ ഭയമായിരുന്നു. അയാളുടെ കയ്യിൽ രാസായുധങ്ങളോ ആണവായുധങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നത് അയാളെ ഭീഷണി കുറഞ്ഞ ഭരണാധികാരിയാക്കിയില്ല. അയാളുടെ വിയോജിപ്പ് പറഞ്ഞവരുടെ മൃതദേഹങ്ങൾ വെട്ടും കുത്തും വെടിയുമേറ്റ് ചീർത്ത് ചീഞ്ഞ നൈൽ നദിയിലൂടെ ഒഴുകി നടന്നു. തന്റെ അടിച്ചമർത്തൽ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷത്തിലധികം പൗരന്മാരുടെ കൊലപാതകത്തിന് അമീൻ ഉത്തരവാദിയാണ്. അയാളിൽ നിന്നും രക്ഷപ്പെടുക ആർക്കും എളുപ്പമായിരുന്നില്ല. രാജ്യത്തിന്റെ സർവാധികാരിയും സേനാപതിയുമായിരിക്കുമ്പോഴും സ്വന്തം നിഴലിനെ പോലും അദ്ദേഹം ഭയന്നിരുന്നു. സ്വന്തം കാക്വ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വിശ്വസ്തരായ, ഭൂമിയിൽ തന്നോട് മാത്രം കൂറുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സൈനികരെ കൊട്ടാരത്തിലും ചുറ്റും കാവലിന് നിർത്തി. ഉറങ്ങുമ്പോൾ പോലും പട്ടാളവേഷം അഴിക്കാൻ മടിച്ചു. ഒരു ഭരണാധികാരി എങ്ങനെ ആകരുത് എന്നതിന് ഉത്തമ സാക്ഷ്യമാണ് ഈദി അമീൻ. 1979 ഉഗാണ്ടയിൽ നിന്നും പലായനം ചെയ്തവരും ടാൻസാനിയക്കാരും ചേർന്ന് തലസ്ഥാനമായ കമ്പാലയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ തന്റെ നിഷ്ഠൂര ഭരണം അവസാനിപ്പിക്കാനും രാജ്യത്തു നിന്നും ഓടിപ്പോകാനും അമീൻ നിർബന്ധിതനായി. എന്നാൽ തന്റെ ഹീനമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അദ്ദേഹം ഒരിക്കലും വിചാരണയ്ക്ക് വിധേയനായതുമില്ല. 2003 അന്തരിക്കുന്നതുവരെ അദ്ദേഹം സൗദിയിലാണ് ജീവിച്ചത്.